അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. അതായത് അതിന്റെ ഫസ്റ്റ് എക്സസൈസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിച്ചു. അതിന്റെ ബേസിസിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നോക്കാം. എക്സസൈസ് 5.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻസ് does the list of numbers involved make an arithmetic progression and why? അതായത് കുറച്ച് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സ് വെച്ചിട്ട് അതിന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ, ആണെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ when the fare is ₹15 for the first kilometer and ₹8 for each additional kilometer. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഒരു ടാക്സിയുടെ ഫെയർ ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഈച്ച് കിലോമീറ്റർ when the fare is ₹15, അതായത് after each kilometer when the fare is ₹15 for the first kilometer and ₹8 for each additional kilometer. അതായത് നമുക്കറിയാം അല്ലേ, ഒരു ഓട്ടോ ആണേലും ടാക്സി ആണേലും അവരുടെ സ്റ്റാൻഡിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ചാർജ് ഉണ്ട്. അത് എത്ര കിലോമീറ്റർ ആണെങ്കിലും ആദ്യം ആ സ്റ്റാൻഡിൽ നിന്ന് ആ ഒരു വണ്ടി മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഫെയർ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ when the fare is ₹15 for the first kilometer. ആദ്യം ആ വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കിലോമീറ്ററിന് 15 രൂപയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ₹8 for each additional kilometer. പിന്നീടുള്ള ഓരോ എക്സ്ട്രാ കിലോമീറ്ററിനും 8 രൂപ അഡീഷണൽ ആയിട്ട് ഈടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കൊന്ന് എഴുതാം. അവർ പറഞ്ഞേക്കുന്ന സിറ്റുവേഷൻ ഒന്ന് എഴുതാം. ടാക്സി ഫെയർ ഫോർ ഫസ്റ്റ് കിലോമീറ്ററിലെ ടാക്സി ഫെയർ എന്ന് പറയുന്നത് ₹15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടാക്സി ഫെയർ ഫോർ സെക്കൻഡ് കിലോമീറ്റർ എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ കിലോമീറ്ററിന് 15 രൂപ, പിന്നീടുള്ള ഓരോ അഡീഷണൽ കിലോമീറ്ററിനും 8 രൂപ വെച്ച് ഈടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കിലോമീറ്ററിന് നമുക്ക് എത്ര രൂപ കൊടുക്കണം? 15 + 8 rupees കൊടുക്കണം അല്ലേ? 15. വീണ്ടും ആ ഒരു കിലോമീറ്റർ കഴിഞ്ഞ് വീണ്ടും ഒരു കിലോമീറ്ററും കൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ അഡീഷണൽ ആയിട്ട് പോയ കിലോമീറ്റർ നമ്മൾ എത്ര രൂപ കൊടുക്കണം? 8 rupees കൊടുക്കണം. അപ്പോൾ ടോട്ടൽ എത്ര വരും? ₹23. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ടാക്സി ഫെയർ ഫോർ തേർഡ് കിലോമീറ്റർ, 3 കിലോമീറ്റർ പോകുന്നെന്ന് വിചാരിക്കുക. അങ്ങനാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? സെക്കൻഡ് കിലോമീറ്ററിൽ ഈടാക്കിയ ചാർജിന്റെ കൂടെ നമ്മൾ എത്ര രൂപ കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കണം? 8 rupees കൊടുക്കണം. 2 കിലോമീറ്റർ പോയപ്പോൾ അവർ മേടിച്ച ₹23 ആണ്. അങ്ങനാണെങ്കിൽ ആ 23 rupeesന്റെ കൂടെ നമ്മൾ എത്ര രൂപ കൂടെ കൊടുക്കണം? അഡീഷണൽ ആയിട്ട് 8 രൂപ കൂടെ കൊടുക്കണം അല്ലേ? അങ്ങനാണെങ്കിൽ നമുക്ക് പറയാം എത്ര രൂപയായി? ₹31. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ 4th കിലോമീറ്ററിന്റെ കൂടെ നോക്കാം. ടാക്സി ഫെയർ ഫോർ 4th കിലോമീറ്റർ. തേർഡ് കിലോമീറ്റർ, മൂന്നാമത്തെ 3 കിലോമീറ്റർ, 2 കിലോമീറ്റർ. 4 കിലോമീറ്ററിന് എത്ര രൂപ മേടിക്കും? 3 കിലോമീറ്ററിന് മേടിച്ചത് 31 രൂപയാണെങ്കിൽ അതിന്റെ കൂടെ 1 കിലോമീറ്റർ അഡീഷണൽ ആയിട്ട് വന്നാൽ എത്ര രൂപ ഈടാക്കും? 8 rupees ഈടാക്കും. സോ ആകെ എത്ര രൂപ കൊടുക്കണം? ₹39. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് കിലോമീറ്ററിൽ 15 രൂപയായിരുന്നു. സെക്കൻഡ് കിലോമീറ്ററിൽ 23 രൂപ കൊടുത്തു. തേർഡ് കിലോമീറ്ററിൽ 31 കൊടുത്തു. 4th കിലോമീറ്ററിൽ 39 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ജനറൽ ഫോം പറഞ്ഞായിരുന്നു, A1 എന്ന് കൊടുക്കാം. ഫസ്റ്റ് കിലോമീറ്ററിന് A1 എന്ന് കൊടുക്കാം. സെക്കൻഡ് കിലോമീറ്ററിന് A2 എന്ന് കൊടുക്കാം. തേർഡ് കിലോമീറ്ററിന് A3 എന്ന് കൊടുക്കാം. 4th കിലോമീറ്ററിനെ നമുക്ക് A4 എന്ന് കൊടുക്കാമല്ലോ. നമുക്ക് ഈ സീക്വൻസ് ഒന്ന് എടുത്ത് എഴുതാം.
ഏതാണ് 15, സെക്കൻഡ് എന്ന് പറയുന്നത് 23, തേർഡ് എന്ന് പറയുന്നത് 31, ഫോർത്ത് എന്ന് പറയുന്നത് 39 എക്സെട്ര. ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ, ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇതിവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ പക്ഷെ ഒരു 3-4 മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. ഈ തന്നിരിക്കുന്ന സീക്വൻസ് AP ആണോ എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ ചോദിച്ചതിന്. അപ്പൊ നമുക്കൊരു 3-4 കൂടുതൽ 3 മിനിമം എഴുതിയിരിക്കണം. അപ്പം നമ്മളിവിടെ 4 നമ്പേഴ്സ് ടേംസ് മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. 4 ടേം നമ്മൾ എഴുതി, പിന്നീട് ഇവിടെ എക്സെട്ര ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. സെക്കൻഡ് ടൈം നമ്മൾ പഠിച്ചു, ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നമ്പർ ഈസ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു AP ആണ് അല്ലേ. ഇവിടെ നോക്കുക, 15 എന്ന് പറയുന്നത് A1 ആണ്, 23 A2, 31 A3, 39 A4 എക്സെട്ര ഇങ്ങനെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം A2 - A1 കണ്ടുപിടിക്കാം. A2 - A1 എന്ന് പറയുന്നത് 23 - 15 എത്രയാണ്? 8. അടുത്തത് A3 - A2 കണ്ടുപിടിക്കാം. A3 എന്ന് പറയുന്നത് 31 - 23 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അടുത്തത് A4 - A3 കണ്ടുപിടിക്കാം. 39 - 31 8. കണ്ടല്ലോ, എല്ലാത്തിന്റെയും ഡിഫറൻസ് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 8 ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ സിറ്റുവേഷൻ, ഈ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് കിട്ടിയെങ്കിൽ നമുക്ക് എഴുതണം the list of numbers form arithmetic progression. The list of numbers form an arithmetic progression. നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിലെ പ്രകാരമുള്ള നമ്പർ എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് ലാസ്റ്റ് എഴുതണം. ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഓർ AP എന്ന് എഴുതുക. മനസ്സിലായല്ലോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The amount of air present in a cylinder when a vacuum pump removes 1/4 of the air remaining the cylinder at a time. ഇവിടെ പറഞ്ഞേക്കുന്നത് എയറിന്റെ അറ്റ് പ്രസന്റിലുള്ള എയർ എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ എക്സ് എന്ന വേരിയബിൾ യൂസ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പം പ്രസന്റിലുള്ള നിലവിൽ എന്തുമാത്രം എയർ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുള്ളത്? ഏതെങ്കിലും ഒരു അൺനോൺ വേരിയബിൾ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ അതുകൊണ്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുക. അപ്പോൾ the amount of air present in a cylinder when a vacuum pump removes 1/4 of the air remaining the cylinder at a time. ഓരോ തവണയും ആ സിലിണ്ടറിലുള്ള എയറിന്റെ 1/4 പോർഷൻ, 1/4 ഭാഗം എവിടേക്ക് റിമൂവ് ചെയ്യുന്നു. ഇതാണ് കണ്ടീഷൻ. ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ. വാക്വം ആ സിലിണ്ടറിനകത്തുള്ള എയർ ഓരോ ടൈമിലും, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഇങ്ങനെയാണ് ടൈം പറയുന്നത്. അപ്പോൾ ഓരോ ടൈമിലും ആ സിലിണ്ടറിനകത്തുള്ള എയറിന്റെ 1/4 പോർഷനെ റിമൂവ് ചെയ്ത് കളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം അറ്റ് പ്രസന്റിലുള്ള എയറിന്റെ അളവ്, അറ്റ് പ്രസന്റ് ഇപ്പോൾ നിലവിലുള്ള അറ്റ് പ്രസന്റിൽ എയറിന്റെ അളവെന്ന് പറയുന്നതിനെ നമുക്ക്, ഞാൻ ഇപ്പോൾ ഷോർട്ടായിട്ടാണ് സെന്റൻസ് ഒന്നും എഴുതുന്നില്ല, പറയുന്നതേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞു പോകാം. അറ്റ് പ്രസന്റിലുള്ള ഇപ്പൊ നിലവിലുള്ള എയറിന്റെ എമൗണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ എഴുതിക്കൊള്ളാം, എമൗണ്ട് ഓഫ് എയർ അറ്റ് പ്രസന്റിലെയാണ് ഞാൻ എഴുതുന്നത്. പ്രസന്റിലുള്ള എയറിന്റെ അളവെന്ന് പറയുന്നത് എക്സ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഈ സിലിണ്ടറിനകത്തുള്ള എയറിന്റെ 1/4 ഭാഗം റിമൂവ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു? ഇപ്പൊ നമ്മളുടെ കൈവശമുള്ള എയർ എക്സ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിലുള്ള എമൗണ്ട് ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എഴുതാം എമൗണ്ട് ഓഫ് എയർ, എമൗണ്ട് ഓഫ് എയർ ആഫ്റ്റർ ഫസ്റ്റ് ടൈം. ഇത്ര എഴുതിയാൽ മതി. ആഫ്റ്റർ ഫസ്റ്റ് ടൈം ഇങ്ങനെ എഴുതി പോയാൽ മതി. പിന്നെ എമൗണ്ട് ഓഫ് എയർ ആഫ്റ്റർ സെക്കൻഡ് ടൈം.
നമുക്കിങ്ങനെ 2-3 ടൈമിൻ്റെ മാത്രം എഴുതിയാൽ മതി. എമൗണ്ട് ഓഫ് എയർ ആഫ്റ്റർ തേർഡ് ടൈം. ഇതാണ് നമുക്ക് എ പി ആണെന്ന് ചെക്ക് ചെയ്യാൻ ഒരു 2-3-4 ടൈം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഫസ്റ്റ് എക്സ് എന്ന് എടുത്തു. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സിലിണ്ടറിലുള്ളതിന്റെ 1/4 ഭാഗം റിമൂവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ കൈവശം എത്ര ഉണ്ടായിരുന്നു? എക്സ് ഉണ്ടായിരുന്നു ഇല്ലേ. അതിന്റെ 1/4 ഭാഗം 1/4 ഓഫ് എക്സ് മൈനസ് ചെയ്യുന്നു. നമ്മളുടെ കൈവശം ഉണ്ടായിരുന്ന എയറിന്റെ എമൗണ്ടിൽ നിന്നും 1/4 പോർഷനെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? എക്സ് മൈനസ് 1/4 ഓഫ് എക്സ്, ദാറ്റ് ഈസ് x minus x by 4. 1/4 of x means 1/4 into x means 1 into x, x by 4. ഇതാണ് അതിന്റെ മീനിങ്. That is equal to മൈനസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 4x minus x divided by 4 എന്ന് എഴുതാം. That is equal to 3x by 4 എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മുടെ കൈവശം ഇപ്പോൾ എത്ര എയർ ഉണ്ട്? 3x by 4 എമൗണ്ട് എയർ ആണ്. ഇനി നോക്കുക, സെക്കൻഡ് ടൈമിലുള്ള എയർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സെക്കൻഡ് ടൈമിലുള്ള എയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ സിലിണ്ടറിലുള്ളത് 3x by 4 എയർ ആണുള്ളത്. അതിന്റെ 1/4 ഭാഗമാണ് മൈനസ് ചെയ്യാൻ പോകുന്നത്. 3x by 4ന്റെ 1/4 ഓഫ് 3x by 4 ആണ് മൈനസ് ചെയ്യാൻ പോകുന്നത്. സിലിണ്ടറിൽ ഉണ്ടായിരുന്ന എയറിന്റെ 1/4 ഭാഗം മൈനസ് ചെയ്ത് കളയണം. That is equal to 3x by 4 minus 1/4 of x എന്ന് പറയും. 1/4 of 3x by 4 എന്ന് പറയുമ്പോൾ 1/4 into 3x by 4. That is equal to 3x by 4 minus 3x by 16. ഇതാണ് വരുന്നത്. LCM ഇവിടുത്തെ 16 ആണ്. അതുകൊണ്ട് ഇവിടെയും ഇതിന്റെ ഡിനോമിനേറ്ററിലൂടെ 16 ആക്കണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12x by 16 minus 3x by 16. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെ സബ്ട്രാക്ട് ചെയ്യാം. എത്ര കിട്ടും? 12ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 9x by 16 എന്ന് കിട്ടും. ഇതാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇവിടെ ക്യാൻസൽ ആക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. 9x by 16. അപ്പൊ സെക്കൻഡ് ടൈമിലുള്ള എയറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 9x by 16. ഫസ്റ്റ് നമ്മുടെ കൈവശമുള്ളത് എക്സ് ആയിരുന്നു. ഫസ്റ്റ് ടൈമിൽ അറ്റ് പ്രസന്റിൽ എക്സ്, ഫസ്റ്റ് ടൈമിൽ 3x by 4, സെക്കൻഡ് ടൈമിൽ 9x by 16. നമുക്ക് വേണമെങ്കിൽ ഒരു തേർഡ് ടൈമിലെ കൂടെ കണ്ടുപിടിക്കാം. തേർഡ് ടൈമിലുള്ള എയറിന്റെ അളവെന്ന് പറയുന്നത് 9x by 16 ആയിരുന്നു സിലിണ്ടറിലുള്ളത്. അതിന്റെ 1/4 ഭാഗത്തിനെ മൈനസ് ചെയ്ത് കളയണം. 9x by 16. വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 16 മൈനസ് 9x by എത്ര വരും? 64 അല്ലേ. നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്ററിനെ കൂടെ 64 ആക്കാം. അതിനുവേണ്ടി 9xനെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 16നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 9x by 64. എൽസിയം എടുത്തതാണ്. ഇവിടുത്തെ 16ന്റെ മൾട്ടിപ്പിൾ ആണ് 64. അതുകൊണ്ട് ഇവിടുത്തെ എൽസിയം എന്ന് പറയുന്നത് 64 ആണ്. ഇതിന്റെ ഡിനോമിനേറ്ററിനെ കൂടെ ഞാൻ 64 ആക്കാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. That is equal to എന്ത് കിട്ടുമെന്ന് നോക്കാം. 36x by 64 മൈനസ് 9x by 64 എന്ന് കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ 36ൽ നിന്ന് 9 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27x by 64 എന്ന് കിട്ടും. ഇതാണ് തേർഡ് ടൈമിലുള്ള വാക്വം അതിനകത്തുള്ള എയറിന്റെ അളവ്. അപ്പൊ നമുക്ക് 3-4 പർട്ടിക്കുലർ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് നമ്മുടെ കൈവശമുള്ളത് എക്സ് ആയിരുന്നു. ഫസ്റ്റ് ടൈമിൽ 3x by 4 കിട്ടി. തേർഡ് 9x by 16 കിട്ടി. ഫോർത്ത് വൺ 27x by 64 കിട്ടി. എക്സെട്ര ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് 3-4 മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനെ A1 എന്ന് വിളിക്കാം, ഇതിനെ A2 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇത് A1 ആണ്, ഇത് A2, ഇത് A3, ഇത് A4 എക്സെട്ര ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് AP ആണെന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? A2 - A1 കണ്ടുപിടിക്കുക.
A2 എന്ന് പറയുന്നത് 3x/4 മൈനസ് A1 എന്ന് പറയുന്നത് x. മൈനസ് ചെയ്ത് നോക്കാം. എൽസിയം എടുത്താൽ 3x മൈനസ് 4x/4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് x/4 എന്നാണ് കിട്ടുന്നത്. 3x-ൽ നിന്ന് 4x സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് x/4 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ ഡിഫറൻസ് നോക്കാം. A3 മൈനസ് A2 നോക്കാം. A3 എന്ന് പറയുന്നത് 9x/16 ആണ്. മൈനസ് A2 എന്ന് പറയുന്നത് 3x/4 ആണ്. ഇവിടെ നമുക്കറിയാം 4ന്റെ മൾട്ടിപ്പിൾ ആണ് 16. സോ എൽസിയം എന്ന് പറയുന്നത് 16 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്ററിനെ കൂടെ 16 ആക്കിയാൽ മതി. 16 മൈനസ് ഇതിന്റെ ഡിനോമിനേറ്ററിനെ 16 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. That is equal to 9x/16 minus 12x/16. That is equal to രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 9x minus 12x/16. That is equal to minus 3x/16. കണ്ടോ? ഇത് നമുക്ക് ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നമ്പർ ഈസ് എ കോൺസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഡിഫറൻറ്റ് നമ്പേഴ്സ് ആണ്. മൈനസ് x/4 മൈനസ് 3x/16 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദ ലിസ്റ്റ് ഓഫ് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അത് APL എന്ന് എഴുതുക. മനസ്സിലായല്ലോ? നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് APL ഡസ് നോട്ട് ഫോം ആൻ AP. മനസ്സിലായല്ലോ? ഇത് APL. ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഡസ് നോട്ട് AP. മനസ്സിലായല്ലോ?